സഹസ്രനാമസ്തോത്രങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഓരോ ദേവതയുടെയും 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തോത്രം. നാമജപ സാധന ചിട്ടയായും കൃത്യമായും നിഷ്ഠയോടും കൂടി നിർവഹിക്കുന്നതിന് നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മൾക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ളതാണ് ഈ സഹസ്രനാമ സ്തോത്രം, അഷ്ടോത്തരശതം, ത്രിശതി, മന്ത്രജപം, അങ്ങനെ ധാരാളം. ഇവിടെ നമുക്ക് വിഷ്ണു സഹസ്രനാമ സ്തോത്രം എന്താണെന്നൊന്നറിയാം. ഭഗവാന്റെ 1000 നാമങ്ങളിൽ ഓരോന്നും അർത്ഥസഹിതം നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചു നോക്കാം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 10ാമത്തെ ദിവസം ഭീഷ്മ പിതാമഹൻ വീണുകിടക്കുകയാണ്. ധർമ്മോപദേശത്തിനു വേണ്ടി ധർമ്മപുത്രരെ ഭഗവാൻ ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. തന്റെ അചഞ്ചല ഭക്തനായ ഭീഷ്മ പിതാമഹന് പ്രത്യക്ഷ ദർശനം നൽകി അദ്ദേഹത്തെ മോക്ഷത്തിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശം കൂടി അവിടെ ഭഗവാനുണ്ട്. അങ്ങനെ ധർമ്മോപദേശത്തിന്റെ അവസാനം ഭീഷ്മ പിതാമഹൻ ഉപദേശിക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം. നിഷ്ഠയോടുകൂടി മുടങ്ങാതെ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നവർക്ക് സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് യാതൊരു സംശയവുമില്ല. നമ്മൾക്കെല്ലാവർക്കും അത് അനുഭവിച്ചറിയാവുന്ന സത്യം കൂടിയാണ്. അപ്പോൾ ഭഗവാൻ എന്താണെന്നും ഭഗവാൻ ആരാണെന്നും ഭഗവാന്റെ ഓരോ നാമങ്ങളും എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നുവെന്നും നമുക്കൊന്ന്